മാഷെ നമസ്കാരം. നമസ്കാരം. ഈ CJP സമരത്തെ പൊളിക്കാനായിട്ട് സമരത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെ ശ്രമിക്കുകയാണ്. അത് എങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളത് മാഷിന് തീർച്ചയായിട്ടും അറിയാം. നിരവധിയായിട്ടുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. CJP സമരത്തെ ലോകത്തിന്റെ അവസാനമായിട്ട് ഇസ്ലാം തിരിച്ചു വരികയാണ് എന്നൊരു രീതിയിലാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ കുറച്ച് ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഉമർ ഖാലിദിനെ പോലെ CAA പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഭാരത് തേരെ തുക്കടേ ഹോങ്കെ, ഇൻഷാ അള്ളാ തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഇത്രയും നാളുകളായിട്ട് ജയിലിൽ കഴിയാണ്. അങ്ങനെയുള്ള ആളുകളെ വിട്ടയക്കണം, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങൾ ഇതിലേക്ക് വരുമ്പോ ഈ എന്താണ് CJP മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ്, അതിൽ നിന്നത് വ്യതിചലിക്കുന്നില്ലേ? മറ്റൊരു കാര്യം പക്ഷേ ഇതിൽ CJPയുടെ ദേശീയ സ്പോക്സ് പേഴ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, അതാണ് ഞങ്ങൾ ഒഫീഷ്യലി അലോ ചെയ്യുന്നത്. ആ 4 മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭാരത് മാതാ കി ജയ് ആണ്, മറ്റൊന്ന് ജയ് ഭീമാണ്, വേറൊന്ന് ഇൻകുലാബ് സിന്ദാബാദ് ആണ്, മറ്റൊന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. അവർ ഒരു പ്രത്യേക തരത്തിലുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു മുദ്രാവാക്യങ്ങളും ഞങ്ങൾ അനുവദിക്കുന്നതല്ലാന്ന് ദേശീയ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടാണുള്ളത്. ഇപ്പോ ഇതിനെ തന്നെ എതിർത്തുകൊണ്ട് ചില തൽപര കക്ഷികൾ രംഗത്ത് വരുന്നുണ്ട്. അതായത് അവർ ചോദിക്കുന്നത് CJPക്ക് എന്തിനാണ് ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം? അതൊരു സവർണ അല്ലെങ്കിൽ കാവ്യവൽകൃതമായിട്ടുള്ള ഒരു BJPയുടെ മുദ്രാവാക്യമല്ലേ? ആ ഒരു മുദ്രാവാക്യം ഈ ഒരു CJP ഉൾക്കൊള്ളാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ഇതിനെ ഇല്ലാതാക്കാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ പലരും ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് മാഷ് കാണുന്നത്? അല്ല, ഇത്തരം സമരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അപൊളിറ്റിക്കലാണ് എന്നതാണ്. അപൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ അരാഷ്ട്രീയമാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല, ഉണ്ടാവേണ്ട കാര്യവുമില്ല. കാരണം ഈ സമരം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉയർന്നു വരുന്ന ഒരു സമരമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭരണഘടനയും ഭരണകൂടവും ഭരണകൂട ഭീകരതയെ അഴിച്ചുവിടുകയും ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീതി, അവരുടെ ന്യായം, അവരുടെ ധാർമ്മികത അതെല്ലാം തല്ലിപ്പൊളിക്കുന്ന വളരെ ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. അത്തരം സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്ത് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആ ധാർമ്മികത വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് യുവാക്കളുടെ ജനസഞ്ചയം എന്ന് കൃത്യമായിട്ട് നമുക്കത് പറയേണ്ടി വരും. കാരണം അതൊരു വലിയ ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം ഉയർന്നു വരുന്ന സമയത്ത് അവർ ആദ്യം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആദ്യം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ അതെല്ലാം കൃത്യമാണ്, ശരിയാണ്, കറക്റ്റാണ്, ധാർമ്മികമാണ്. പക്ഷേ അതിന്റെ ഇരമ്പത്തിൽ, അതിന്റെ ഒരു ഡൈനാമിക്സിൽ അതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നതായിട്ടുള്ള മറ്റ് ആളുകൾ എന്ന് പറയുന്നത് ഈ സമരത്തിന് ആത്മാർത്ഥമായിട്ട് ആത്മസമർപ്പണം നടത്താനായിട്ട് ആഗ്രഹിച്ചു വരുന്നവരില്ല. ഈ സമരത്തിന്റെ തീജ്വാലകൾ കണ്ട് അതിലേക്ക് ആളിപ്പടർന്നു കയറുന്നതായിട്ടുള്ള കൂറകളാണ് ശരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് 370 വകുപ്പ് പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ച് ഖുർആൻ എടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ വലിയ ഒരു തേരോട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുക, ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാൻ പോവുകയാണ് എന്ന് പറയുക. അങ്ങനെ മുസ്ലിം തീവ്രവാദത്തിന്റെ ഒരു മുഖപ്പെടുത്തി സമരത്തിന്റെ മുന്നിൽ വെച്ച് സമരത്തെ തന്നെ പൊളിക്കാനായിട്ട് ശ്രമിക്കുന്ന കാഴ്ച അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയും അതുപോലെ സംഘപരിവാർ ഹിന്ദുത്വവാദികളും ഉയർത്തി വരുന്നത്. ആ കണ്ടോ, ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നവരാരാണ്? ദേശദ്രോഹികൾ. അങ്ങനെ ദേശദ്രോഹികളായിട്ട് സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ, അമിത്ഷാക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് വാദങ്ങളും സമരങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മൊനയൊടിക്കാനായിട്ട് അവർ നിൽക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇവർ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഈ സമരത്തിൽ അത് അങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിൽ BJP പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് കുറേയധികം ബ്ലോഗർമാര് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനത്തെയുള്ള വീഡിയോസും വൈറലാവുകയാണ്, വിവാദമായിരിക്കുകയാണ്. സംഘപരിവാർ BJP അതിനെ ഉപയോഗിക്കുകയാണ്. അതില് ഒരു ചങ്ങാതി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ നേപ്പാളിലൊക്കെയുള്ള കലാപത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ജൻസി വിപ്ലവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ സംഭവമാണ്. അവിടെ കൊണ്ടുപോയിട്ട് പോലീസുകാരെയൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്, എന്നെയും തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോ ഇയാൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില സ്വപ്നങ്ങൾ കാണുകയാണ്.
ആ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളും കുറച്ച് സുഹൃത്തുക്കളും വലിയ പീരങ്കിയുമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് ബോംബിട്ട് വീഴ്ത്തുന്നു, വെടിവെച്ച് വീഴ്ത്തുന്നു. ഭരണഘടന, ഡെമോക്രസി അത് ഞങ്ങൾ പറിച്ച് പിച്ച് ചീന്തുന്നു. ഇത് നടക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വർത്താനം പറയാം. അപ്പം ഇത്തരത്തില് അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ സമരത്തിന്റെ യഥാർത്ഥ അജണ്ടയിൽ നിന്ന് വഴിമാറില്ലേ എന്നുള്ളതാണ്. ഇവരാണോ യഥാർത്ഥത്തിൽ വിപ്ലവം നയിക്കേണ്ടത്? ഇത്തരത്തിലുള്ള, അതായത് ഞാനിപ്പോ പറഞ്ഞ പോലുള്ള ജൻസികളാണോ വിപ്ലവം യഥാർത്ഥത്തിൽ നയിക്കേണ്ടത്? അങ്ങനെയുള്ള ജൻസികൾ നയിക്കുന്ന വിപ്ലവം യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുമോ? അല്ല, അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് മനോരോഗികളായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത്. അവന്റെ ഒടുക്കത്തെ സ്വപ്നം എന്ന് പറയുന്നത് അവന്റെ ഭ്രാന്തിന്റെ ലക്ഷണമാണ്. അതൊക്കെ ആർക്കും കാണാവുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ സമൂഹം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസം നിലനിൽക്കുമ്പോൾ എന്തും പറയാം, അത് അപ്ലോഡ് ചെയ്യാം. കുറെ പൊട്ടന്മാരൊക്കെ ഇരുന്ന് കാണുന്നത്. എന്നിട്ട് ഉപയോഗിക്കേണ്ട ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഉപയോഗിച്ച് എതിരാളികളെ ശരിപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവനെ ആരെ ഏറ്റെടുക്കാനാ? ഇവന്റെ ഉത്തരവാദിത്തം എന്തായാലും സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള, സമരത്തെ നയിക്കുന്നതായിട്ടുള്ള ആളുകളെ ഏറ്റെടുക്കില്ല. അവരെ ഏറ്റെടുത്താൽ മാത്രമാണ് അത് സമരത്തിന്റെ ഭാഗമാകുകയുള്ളൂ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിളക്കുന്ന എന്തോ ഒന്ന് എന്ന് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. ആ രീതിയിൽ കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അവരൊന്നും അല്ലല്ലോ ഈ സമരത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടതും നിൽക്കുന്നതും, അല്ലേ? ഇപ്പൊ അവിടെ അടിയേണ്ട ആശുപത്രിയിൽ കിടക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരൊന്നും ഇത് പറയില്ല. ഇവൻ ഏതോ ഒരു എന്താണ് ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള കഴുത അവൻ കയറി മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എന്തിനാണത് ഏറ്റെടുക്കാനും അതുപോലെ സംസാരിക്കാനും നടക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അടികൊണ്ട് സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കുക. അവരാണ് സമരത്തിന്റെ ശക്തി, അവരാണ് സമരത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും അവര് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ആളുകൾ, അക്കന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കളകളുണ്ടല്ലോ, നമ്മുടെ കളകൾ, ആ കളകളായിട്ട് കണക്കാക്കേണ്ടതുള്ള കുറച്ച് അതാണ് അത്രേ ഉള്ളൂ. അല്ല പക്ഷേ ഇതിനെ കൂട്ടിയിണക്കുന്നത് മറ്റ് കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. ഇതിപ്പം CJP തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു സംഘടനയാണ്, രാജ്യവിരുദ്ധ ശക്തികളാണ് അതിന് ഫണ്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതിനെയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോയിലൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നത്. എങ്കിലും അത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. കാരണം നമ്മളിവിടെ കൃത്യമായിട്ടും പരിശോധിക്കേണ്ടത് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ രാജ്യ താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നരേന്ദ്രമോദി തന്നെ അംഗീകരിച്ചിരിക്കുന്നു, പലതിനും വഴങ്ങിയിരിക്കുന്നു. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന് പറയുന്ന ഒറ്റ സംഗതിയിലേക്കായ കാര്യങ്ങൾ പോകേണ്ടതുള്ളൂ. അപ്പം നിലവിൽ ഓൾറെഡി നിങ്ങൾ പറഞ്ഞത് രാജ്യ താല്പര്യമുള്ള സാധനങ്ങളാണ് എന്നാണല്ലോ BJP പറഞ്ഞിരിക്കുന്നത്. അല്ല, BJP ഇപ്പൊ അവരുമായിട്ട് ചർച്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ ഇതിന് മാറ്റം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ചർച്ചയ്ക്ക് അവർ മുതിരുന്ന സമയത്ത് അവർ അംഗീകരിക്കണ്ടല്ലോ. രാജ്യദ്രോഹികളായിട്ട് ചർച്ച ചെയ്യാൻ പോണ എന്തിനവര്? അതെ, രാജ്യദ്രോഹികളല്ല, രാജ്യദ്രോഹികളെ തട്ടിക്കളയാണ് അല്ലാണ്ട് ചർച്ചയ്ക്ക് പോയാലുണ്ട്. അപ്പൊ ഒരു രാജ്യദ്രോഹികളല്ല എന്ന് മോദിയും അമിത്ഷായൊക്കെ അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് അവരുമായിട്ട് ചർച്ച ഉണ്ടാക്കിയത്. വാങ്ചുങ് രാജ്യദ്രോഹിയാണ്, ചാരനാണെന്നൊക്കെ പറഞ്ഞിരുന്നവർ എന്തിനാ അയാളുടെ അടുത്ത് പോയി അയാൾക്ക് നാരങ്ങേരും എടുത്ത് അയാളെ സൂചിപ്പിക്കണത്? അപ്പൊ അത് രാജ്യദ്രോഹിയല്ല എന്ന് അവര് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വിലയിരുത്തിയാൽ മതി. ഓക്കെ മാഷെ, താങ്ക് യു.